കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടാക്സ് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഓക്കെ, നമ്മൾ പറഞ്ഞു ടാക്സ് എന്താണ് ഒരു കമ്പൽസറി കോൺട്രിബ്യൂഷനാണ് ഈച്ച് ഇൻഡിവിജ്വൽ, അതായത് ഓരോ വ്യക്തിയും ഗവൺമെൻറ്റിന് നിർബന്ധമായിട്ടും ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കണം. അതിനാണ് എന്ത് പറയുന്നത്, അതാണ് ഈ കമ്പൽസറി കോൺട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ടൈപ്സ് ആണ് പറഞ്ഞത്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. അപ്പോൾ ഈ കസ്റ്റംസ് ഡ്യൂട്ടി അതുപോലെ തന്നെ GST ഒക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് ഇൻകം ടാക്സ്. അതാണ് നമുക്ക് മെയിൻലി ഇതിൽ പഠിക്കാനുള്ളത്. അത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. ഇൻകം ടാക്സ് റൂൾ എന്ന് പറയുന്നത് 1962 ആണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് അത് ആക്ച്വലി ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയത്. ഓക്കെ, അതുപോലെ തന്നെ ഡ്യൂട്ടി ഓഫ് പീപ്പിൾ ടു പേ ടാക്സ് ആൻഡ് ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ഗവൺമെൻറ് ടു ലിവി ടാക്സ്. അതായത് പീപ്പിൾ, അതായത് നമ്മുടെ ഒരു രാജ്യത്തിലെ ആളുകളുടെ ഡ്യൂട്ടിയാണ് എന്ത് പറയുന്നത്, ടാക്സ് അടയ്ക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അത് വാങ്ങിക്കുക എന്നുള്ളത് ആരുടെ അവകാശമാണ്, ആ രാജ്യത്തിലെ ഗവൺമെൻറ്റിൻ്റെ അവകാശമാണ് ആ ടാക്സ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത്. ഇപ്പോൾ എല്ലാ രാജ്യത്തിലും എന്തുണ്ട്, ഈ ടാക്സ് ഉണ്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ കമ്മ്യൂണിറ്റി, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ ആ ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ജനങ്ങളിൽ നിന്നും ടാക്സ് പിരിച്ചിട്ടാണ്. സോ ടാക്സീസ് എന്താണ്, കമ്പൽസറിയാണ്. ഓക്കെ, എനിവേ ഇന്ന് നമുക്കിനി നോക്കാനുള്ളത് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ കോമ്പോണൻസ് ഓഫ് ടാക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് നോക്കാം, ഇൻകം ടാക്സ് എന്താണ്, അതിൽ വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ടാക്സിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. ടാക്സിൻ്റെ ഫീച്ചേഴ്സ് ഫസ്റ്റ് വരുന്നതാണ്, ടാക്സ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ് ആൻഡ് ഹെൻസ് റിഫ്യൂസ്ഡ് ടു പേ ടാക്സ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. അതായത് ടാക്സ് എന്ന് പറയുന്നത് ഒരു കമ്പൽസറി കോൺട്രിബ്യൂഷൻ ആണ്. അതായത് നിർബന്ധമായിട്ടും നമ്മൾ അടയ്ക്കേണ്ട ഒന്നാണ് എന്ത് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ റിഫ്യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു പണിഷബിൾ ഒഫൻസ് ആണ്. റിഫ്യൂസ് ടു പേ ടാക്സ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. ടാക്സ് അടയ്ക്കുന്നത് നമ്മൾ നിരസിക്കുക, ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അതൊരു പണിഷബിൾ ഒഫൻസ് ആണ്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ കുഴൽപ്പണം എന്നൊക്കെ. കുഴൽപ്പണം നമ്മൾ കൈവശം വെക്കുന്നത്, അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ ഭയങ്കര കുറ്റകരമാണ്. കാരണം ഈ കുഴൽപ്പണം എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, ഇങ്ങനെ ടാക്സ് അടയ്ക്കാത്ത ക്യാഷ്, അതിനെയാണ് എന്ത് പറയുന്നത്, കുഴൽപ്പണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊരു പണിഷബിൾ ഒഫൻസ് ആണ്. അപ്പോൾ അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അതിനെതിരെ ചിലപ്പോൾ നിയമങ്ങളും നടപടികളൊക്കെ ഉണ്ടായെന്ന് വരാം. അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടാക്സ് പേയർ കനോട്ട് ക്ലെയിം എനി ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് അഗെയിൻസ്റ്റ് ടാക്സ് പെയ്ഡ് ഫോർ ഹിം. അതായത് ഇപ്പോൾ ഞാൻ ടാക്സ് അടച്ചു എന്ന് വിചാരിച്ചിട്ട് എനിക്കതിനൊരു ഇമ്മീഡിയറ്റ്, അതായത് പെട്ടെന്നൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കരുത്. കാരണം അങ്ങനെ കിട്ടൂല. കാരണം കിട്ടുമായിരിക്കും, അത് എനിക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, നമ്മുടെ ആ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ പബ്ലിക്കിന്, ജനങ്ങൾക്ക് വേണ്ടി മൊത്തമായിരിക്കും അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കുക. അതാണ് ടാക്സ് പേയർ കനോട്ട് ക്ലെയിം എനി ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് അഗെയിൻസ്റ്റ് ടാക്സ് പെയ്ഡ് ഫോർ ഹിം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ്, ടാക്സ് ഈസ് എ പേയ്മെൻറ്റ് ഫോർ ആൻ ഇൻഡയറക്റ്റ് സർവീസ് റെൻറ്റേഡ് ബൈ ദി ഗവൺമെൻറ് ടു ദി കമ്മ്യൂണിറ്റി. അതായത് ടാക്സ് എന്തിനു വേണ്ടിയിട്ട് അടയ്ക്കുന്നത്, ഇൻഡയറക്റ്റ് സർവീസ് ഗവൺമെൻറ് കമ്മ്യൂണിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഗവൺമെൻറ് ഇങ്ങനെ അവിടെ ഇങ്ങനെ ചുമ്മാ കുഞ്ഞുകൂടി കിടക്കുന്നില്ല, അവരതെന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ പാലം പണി, അതുപോലെ തന്നെ റോഡ്, പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അരി, മണ്ണെണ്ണ, പിന്നെ എന്താ കിറ്റ്, ഓണക്കിറ്റ്, വിഷു കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, പെരുന്നാൾ കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കിറ്റ്. ഇപ്പോൾ കൊറോണ കാലത്ത് തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ്, അതായത് ഭക്ഷ്യവസ്തുക്കളൊക്കെ നമുക്ക് റേഷൻ ഷോപ്പ് വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തടയ്ക്കുന്നത്, ടാക്സ് അടയ്ക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ്, ദ ടൈപ്പ് ആൻഡ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ആർ ഡിറ്റർമൈൻഡ് ഫ്രം ദി ടൈം ടു ടൈം ബൈ ദി ടാക്സ് ഇമ്പോസിങ് അതോറിറ്റി. അതായത് ഞാൻ അടയ്ക്കേണ്ട ടാക്സ് ഏത് ടൈപ്പ് ടാക്സ് ആണ് ഞാൻ അടയ്ക്കേണ്ടതെന്നും അത് എത്ര രൂപയാണ് ഞാൻ അടയ്ക്കേണ്ടതെന്നൊക്കെ ആരാ തീരുമാനിക്കുന്നത്, അത് ചുമത്തുന്ന അതോറിറ്റി. അതായത് അത് ഇപ്പോൾ ഇൻകം ടാക്സ്, അത് കുറേ ടാക്സൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഏത് ടാക്സിലാണ്, ഏത് വിഭാഗത്തിലാണ് ഞാൻ അടയ്ക്കുന്ന ടാക്സ് ഉൾപ്പെടുത്തേണ്ടതെന്നും എത്ര രൂപയാണ് അടയ്ക്കേണ്ടതെന്നൊക്കെ അവരാണ് ഏത് അതോറിറ്റിയാണോ അത് എൻ്റെ മേലിൽ ഇമ്പോസ് ചെയ്യുന്നത്, അവരാണ് അത് എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക. അതാണ് ദ ടൈപ്പ് ആൻഡ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ആർ ഡിറ്റർമൈൻഡ് ഫ്രം ടൈം ടു ടൈം ബൈ ദി ടാക്സ് ഇമ്പോസിങ് അതോറിറ്റി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ, അതായത് ടാക്സേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദ ജനറേഷൻ ഓഫ് റവന്യൂ നീഡഡ് ഫോർ ദി ഗവൺമെൻറ്. അതായത് നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിന് ഒരുപാട് ചിലവുകളുണ്ട്.
അതായത് നമ്മളിങ്ങനെ പബ്ലിക്കിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതിന് ഗവൺമെൻറ്റിന് ചിലവുകൾ വരുന്നുണ്ട്. ആരും ഫ്രീ ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഇപ്പോൾ ആ മെറ്റീരിയൽസ് വാങ്ങിക്കണം, പിന്നെ അവിടെ വരുന്ന എംപ്ലോയീസിന് വേജസ് അല്ലെങ്കിൽ സാലറി കൊടുക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് അപ്പോൾ അതിന് വേണ്ട എന്ത് വേണം? റവന്യൂ വേണം. അപ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് എന്ത് പറയുന്നത്? ടാക്സ് എന്ന് പറയുന്നത്. ദ ജനറേഷൻ ഓഫ് റവന്യൂ നീഡഡ് ഫോർ ദി ഗവൺമെൻറ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേറ്റ്സ് ഓഫ് മെനി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഫ്യൂ. അതായത് ഇപ്പോൾ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ചിലവരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇൻകം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ 2 തരത്തിലുള്ള ആളുകളാണ് ഉണ്ടായിരിക്കുക. വളരെ പാവപ്പെട്ടവനുണ്ടായിരിക്കും, അതുപോലെ തന്നെ ധനികനുണ്ടായിരിക്കും. അപ്പോൾ ഈ പാവപ്പെട്ടവരുടെ കയ്യിൽ ക്യാഷ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ അവരടക്കേണ്ട ടാക്സും വളരെ ചെറുതായിരിക്കും. പക്ഷേ ഈ ധനികനായ ഒരാളുടെ കയ്യിൽ ഇപ്പോൾ 1 കോടി രൂപയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അവരുടെ പ്രോഫിറ്റ്, അയാളുടെ സാലറി എന്ന് പറയുമ്പോൾ 1 കോടി രൂപയാണ്. അപ്പോൾ 30% ടാക്സ് അവരടക്കേണ്ടതുണ്ട്. അപ്പോൾ 30%, 1 കോടി രൂപയുടെ 30% എന്ന് പറയുമ്പോൾ 30 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ 30 ലക്ഷം രൂപ ടാക്സ് അയാൾ നിർബന്ധമായിട്ട് അടച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ 30 ലക്ഷം രൂപ എങ്ങോട്ടാണ് പോകുന്നത്? ഗവൺമെൻറ് ടാക്സിലോട്ട് പോകും. അത് ഗവൺമെൻറ് വെറുതെ ഗവൺമെൻറ്റിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യല്ലോ, നമ്മുടെ പബ്ലിക്കിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. ആ ഒരു എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കേസിലായാലും അത് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം അങ്ങനത്തെ ഒരു ടാക്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ 1 കോടി രൂപ വെച്ചിട്ട് അയാളുടെ പേഴ്സണൽ ലൈഫ് എന്ത് ചെയ്യും? ആഘോഷിക്കും. അവിടെ വേറൊരാൾക്ക് ഒന്നും പറയാനോ ചെയ്യാനോ ഒന്നുമില്ല. ഇതിപ്പോൾ ടാക്സ് ആകുമ്പോൾ ഈ 30 ലക്ഷം രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാം? ചെറിയ പാലം പണിയൊക്കെ നിർമ്മിക്കാം, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, റോഡ് പണിക്കൊക്കെ നമുക്കത് ഉപകാരപ്പെടും. അത് ഒരാൾക്കോ അല്ലെങ്കിൽ ആ 30 ലക്ഷം രൂപ പേ ചെയ്താക്കോ വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് പറയുന്നത്, എല്ലാവരിലേക്കും, ഒരാളിൽ നിന്നും അത് എല്ലാവരിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേറ്റ്സ് ഓഫ് മണി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഫ്യൂ. പിന്നെ ഇൻക്രീസ് ദ ഹാബിറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദി പീപ്പിൾ. അതായത് ഈ ഒരു ടാക്സ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? സേവിങ്സ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ 1 കോടി രൂപ ഒരാളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അല്ല, 1 കോടിയല്ല, ഒരു 10 ലക്ഷം രൂപ ഒരാളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്തായാലും എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം? ടാക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. പക്ഷേ അതിന് ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് എന്തായാലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ ടാക്സ് എമൗണ്ട് പിന്നെ നമുക്ക് കിട്ടുമൊന്നുമില്ല, അത് പോയി. പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ ടാക്സ് കിഴിച്ചിട്ടുള്ള ഒരു എമൗണ്ട്. അതായത് ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 10% ടാക്സ് എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരും എന്ത് ടാക്സ് വരുന്നത്. അപ്പോൾ ബാക്കി 9 ലക്ഷം രൂപയെ നമുക്ക് കിട്ടുള്ളൂ. ബാക്കി 1 ലക്ഷം രൂപ ടാക്സിന് വേണ്ടി പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമില്ല എന്നല്ല, അത് പോയി. കാരണം അത് നമുക്കിനി കിട്ടാനില്ലല്ലോ. പക്ഷേ ഈ 10 ലക്ഷം രൂപയിൽ അയാൾ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ് ഇവിടെ ഈ LICയിലൊക്കെ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ബാക്കി 8 ലക്ഷം രൂപയ്ക്ക് മാത്രം എന്ത് ചെയ്താൽ മതി? ടാക്സ് അടച്ചാൽ മതി. ബാക്കി 2 ലക്ഷം രൂപ അവിടെ എന്താണ്? സേഫാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ, അതായത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, LIC പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ എന്തില്ല? ടാക്സ് ഇല്ല. ആ 2 ലക്ഷം രൂപ ഇപ്പം കിട്ടിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ മേ ബി നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പയറി ഡേറ്റ് കഴിയുന്ന സമയത്തോ നമുക്ക് എന്ത് ചെയ്യും? അത് കിട്ടും. അത് നമുക്ക് ഉറപ്പാണ്. അതിൻ്റെ മുകളിലാണെങ്കിൽ ടാക്സും ഇല്ല. ഈ 8 ലക്ഷം രൂപയുടെ മുകളിൽ മാത്രം നമ്മൾ എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. ടാക്സ് റേറ്റ് അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. അതാണ് ഇൻക്രീസ് ദി ഹാബിറ്റ് ഓഫ് സേവിങ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ പീപ്പിൾ. അപ്പോൾ ടാക്സ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ എന്തായാലും എന്ത് ചെയ്യുകയും ചെയ്യും? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സിംപ്ലി എക്കോണമിക് ഡെവലപ്മെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ കേസിലൊക്കെ 30 ലക്ഷം രൂപയൊക്കെ 1 കോടി രൂപയുള്ള ഒരാളുടെ കയ്യിൽ നമ്മൾ 30 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് നമ്മൾ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ പിടിക്കുന്നുണ്ടായിരിക്കും? ലൈക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട് പിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യും? സിംപ്ലി എക്കോണമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം വലിയ വലിയ ആളുകൾ, അതായത് വലിയ വലിയ ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ധനികരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ടാക്സ്, അല്ലാണ്ട് നമ്മളെപ്പോലുള്ള സാധാരണ കയ്യിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ എമൗണ്ട് ആയിരിക്കും.
അപ്പോൾ വലിയ വലിയ കോടീശ്വരന്മാരുടെ കയ്യിൽ അവർ ക്യാഷിനനുസരിച്ച് തന്നെ അവർക്ക് ടാക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നല്ലൊരു എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ആ ടാക്സ് നമുക്ക് എന്തിന് എക്കോണമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ കഴിയും. സോ സ്പീഡിലി എക്കോണമിക് ഡെവലപ്മെൻറ്റ് ഒന്നും കൂടെ സ്പീഡായിട്ട് നടക്കും. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഓഫ് കോഴ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ എന്തുണ്ട്, സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5 പോയിൻ്റാണ് എന്ത് പറയുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ പഠിച്ച് വെക്കുകയോ ചെയ്യാം കേട്ടോ. കാരണം ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നതാണ് കോമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ്. അതായത് ഒരു ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചേർന്നതാണ്, അതിനെയാണ് എന്ത് പറയുന്നത്, കോമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ആദ്യം വരുന്നതാണ് ഇൻകം ടാക്സ് ആക്ട് 1961. സെക്കൻഡ് പറയുന്നതാണ് ഇൻകം ടാക്സ് റൂൾസ് 1962. ഒരു ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് 1961 ആക്ടാണ് കേട്ടോ. അത് ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ ബികോം വിദ്യാർത്ഥി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇൻകം ടാക്സ് ആക്ട് മേ ബി 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇൻകം ടാക്സ് റൂൾസ് എന്ന് പറയുന്നത് 1962 ആണ്. നെക്സ്റ്റ് പറഞ്ഞാൽ ദ ഫിനാൻസ് ആക്ട് പാസ്ഡ് എവറി ഇയർ. ദ ഫിനാൻസ് ആക്ട് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻസ് ആക്ട് പാസ് ചെയ്യുന്നുണ്ട്. അതായത് എവറി ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയുന്നല്ലേ, April 1 മുതൽ March 31 വരെയാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ടാക്സ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു വിഭാഗത്തിന് ആണെങ്കിൽ ഇത്ര ടാക്സ്, ഈ ഒരു വിഭാഗത്തിന് ഇത്ര % ടാക്സ്, അങ്ങനെ ഓരോ വിഭാഗത്തിനും എത്ര ടാക്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ആക്ട്, ഓരോ വർഷത്തിലെയും ഫിനാൻഷ്യൽ ആക്ട് പ്രകാരമാണ്. പിന്നെ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി കോർട്ട് ഓഫ് ലോ. അതായത് ഇപ്പോൾ എനിക്കൊരു 20 ലക്ഷം രൂപ എന്തുണ്ട് പ്രോഫിറ്റ് എല്ലാം കിട്ടി. ഞാൻ 20 ലക്ഷം രൂപയ്ക്ക് 10% എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി അപ്പീൽ പോയി. എന്നെക്കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പീലിന് പോയി. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ കോർട്ടിലോട്ടായിരിക്കുമല്ലോ അപ്പീലിനൊക്കെ പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കോർട്ട് അവരിന്ന് ഓർഡർ വന്നു, ഇവർ 10% അടയ്ക്കേണ്ട, 5% അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ 5% അടയ്ക്കുക എന്നുള്ളത് ഞാൻ മാത്രമല്ല, ആർക്കൊക്കെയാണോ 20 ലക്ഷം രൂപ എന്തുള്ളത്, പ്രോഫിറ്റ് ഉള്ളത്, അപ്പോൾ 20 ലക്ഷം രൂപമേൽ ആരൊക്കെയാണോ ടാക്സ് അടയ്ക്കേണ്ടത് അവർക്കൊക്കെ എന്താണ്, അത് ബാധകമാണ്. അതാണ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദി കോർട്ട് ഓഫ് ലോ എന്ന് പറയുന്നത്. ഒരാൾക്ക് മാത്രമല്ല, 20 ലക്ഷം രൂപയ്ക്ക് ആർക്കൊക്കെയാണോ ടാക്സ് അടയ്ക്കേണ്ടത് ഒരു രാജ്യത്ത്, അവർക്ക് എല്ലാവർക്കും എന്താണ്, ബാധകമാണ്. അതാണ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദി കോർട്ട് ഓഫ് ലോ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സർക്കുലർ ഓർഡർ നോട്ടിഫിക്കേഷൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻ ഇഷ്യൂഡ് ബൈ ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം ടൈം ടു ടൈം. അതായത് ഓരോ സമയത്തും നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, അവർ ഓരോ സർക്കുലറും ഓർഡറും നോട്ടിഫിക്കേഷൻസും എക്സിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻസും ഒക്കെ എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൽ വരുന്ന കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞതൊക്കെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാം കേട്ടോ. അതായത് ആദ്യം പറഞ്ഞ ഫീച്ചർ, പിന്നെ പറയുന്ന ഒബ്ജക്റ്റീവ്സ്, പിന്നെ നെക്സ്റ്റ് പറഞ്ഞ കോമ്പോണൻസ് ഒക്കെ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാം. സോ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻകം ടാക്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ നമ്മൾ നോക്കിയത് ടാക്സ് അല്ല, ഇനി ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്